കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്? പ്രാഥമികമായിട്ട് രാവിലെ 6 മണിക്കായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. ബിൽഡിംഗ് നല്ല പഴക്കം ചെന്ന, ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്. ഒരുപാട് പഴക്കം ചെന്ന ഒരു തറവാട് പോലത്തെ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല മഴയുണ്ടായിരുന്നത് കാരണം ബിൽഡിംഗ് പൊളിയാണ് ചെയ്തത്. വലിയ സ്ലാബ് വീണിട്ടാണ് മരണപ്പെട്ടത്. രാവിലെ അപകടം ഉണ്ടായപ്പോഴത്തേക്കും 14 പേര് ഓടി രക്ഷപ്പെട്ടു. ബാക്കി 3 പേരാണ് ഇതിലകപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അവർ 3 പേരും മരണപ്പെട്ടെന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഇതിലിപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇത് മഴയ്ക്ക് മുമ്പേ ഒക്കെ പരിശോധന നടത്തി നമ്മൾ റിപ്പോർട്ടൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടം അത് വളരെ ശോചനീയാവസ്ഥയാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്കൊക്കെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ ഇതുപോലത്തെ മഴയ്ക്ക് മുമ്പ് ഓൾറെഡി ഡേഞ്ചറസ് ആയിട്ടുള്ള ബിൽഡിംഗ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോട്ടീസ് കൊടുത്ത് അതിൻ്റെ നടപടികൾ നടന്നു വരുന്നുണ്ട്. അതൊരു ഭാഗം. കൂടാതെ തന്നെ ലേബേഴ്സ്, അതിഥി തൊഴിലാളി താമസിക്കുന്ന സ്ഥലങ്ങളുടെ സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ ആണോ എന്നുള്ള ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസും കൂടെ ചേർന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതൊക്കെ നോട്ടീസും മറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇവിടെ പറ്റിയെന്നുള്ളതും എന്തെങ്കിലും നടപടി ഇവിടെ അപാകത വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഒരു കോൺട്രാക്ടറിൻ്റെ കീഴിൽ ഒരു 17 പേര് വന്നതാണ്. പല പല കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് അവരെയാണ് യൂസ് ചെയ്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാലപ്പഴക്കം തന്നെയാണ്. പിന്നെ മഴയുണ്ടായിരുന്നു, അതാണെന്നാണ് പ്രാഥമികമായിട്ട്. പക്ഷെ നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് പറ്റിയെന്നുള്ളത്. അതെ, നമ്മൾ ഇതിൻ്റെ അന്വേഷണം നടത്തും. കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. നമ്മൾ ജോയിന്റ് ഡയറക്ടർ LSCDയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ലേബർ വകുപ്പും കൂടെ ചേർന്നിട്ട് ഇതുപോലത്തെ ലൊക്കേഷൻസ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇതുപോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഹോസ്പിറ്റലിലാണുള്ളത്. കൊടകരയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണുള്ളത്. അപ്പോൾ അവരെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് എന്താണോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ വേഗത്തിലാക്കും. അതായത് കളക്ടറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തരത്തിൽ ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും ഉണ്ടോ ജില്ലയിൽ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു കെട്ടിടത്തിന്റെ കാര്യത്തിൽ അത് എത്രത്തോളം ഒരു ലാഘവത്തോടെയാണ് പല കെട്ടിടങ്ങളിലും ഇത്തരത്തിൽ അതിന്റെ ബലത്തെക്കുറിച്ച് ബലക്ഷയത്തെക്കുറിച്ചൊക്കെ പരിശോധന നടത്തുന്നു. എല്ലാ കെട്ടിടങ്ങളും മഴയ്ക്ക് മുൻപ് തന്നെ ഇതൊക്കെ അന്വേഷിച്ചു എന്ന് പറയുന്നു. ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ എന്താണ് എന്നറിയില്ല എന്നാണ് പറയുന്നത് അധികൃതർ. വേണ്ടപ്പെട്ടവർ ജില്ലാ കളക്ടറും ഒപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒക്കെ പറയുന്ന നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബലക്ഷയമുണ്ട് എന്ന് കണ്ടു എങ്കിൽ, പിന്നീട് ഈ മഴയിൽ ഈ കെട്ടിടം തകരാനുള്ള കാരണം എന്താണ്? കാലപ്പഴക്കമാണ് കാരണം എന്നും പറയുന്നു.